Hi everyone, welcome to B Square. സ്റ്റേറ്റ് സിലബസിലെ 10ാം ക്ലാസ്സിലെ മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസിന്റെ പാർട്ട് 2 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1-ൽ ഞാൻ ഈ ചാപ്റ്ററിലെ കുറച്ച് ബേസിക് കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. പാർട്ട് 2-ൽ ടെക്സ്റ്റ് ബുക്കിലെ 10ാമത്തെ പേജിൽ കൊടുത്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഈ 2 ക്വസ്റ്റ്യൻസ് കുറച്ച് കൺസെപ്റ്റുകളുമായി ഇന്റർലിങ്ക്ഡ് ആയതുകൊണ്ടാണ് ഒരു ഹോൾ വീഡിയോ ഞാൻ അതിനു വേണ്ടി മാറ്റിവെക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് ജൂൺ 1, ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പാൻഡമിക് സിറ്റുവേഷൻ കാരണം ക്ലാസ്സുകളെല്ലാം തന്നെ ഓൺലൈൻ ആയിരിക്കുമല്ലോ. എന്നിരുന്നാലും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ക്ലാസ്സുകൾ മനസ്സിലാവാതെ വരിക, ടീച്ചർമാരുമായി സംശയ നിവാരണം നടത്താൻ പറ്റാതെ വരിക, ഇങ്ങനെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാലും ഈ വർഷം തിളക്കമാർന്ന വിജയം നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ടെക്സ്റ്റ് ബുക്കിലെ 10ാമത്തെ പേജിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Make the following number sequences from the sequence of equilateral triangles, squares and regular pentagons. അത് നമുക്ക് കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് സൈഡ്സ് 3, 4, 5 എക്സെട്ര എക്സെട്ര അങ്ങോട്ട് പോവാണ്. സം ഓഫ് ഇന്നർ ആംഗിൾസ്, സം ഓഫ് ഔട്ടർ ആംഗിൾസ്, 1 ഇന്നർ ആംഗിൾ, 1 ഔട്ടർ ആംഗിൾ. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്, നമുക്ക് സൈഡ്സ് തന്നിട്ടുണ്ട്, പിന്നെ എന്താണെന്നുള്ളതും തന്നിട്ടുണ്ട്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതാണല്ലോ 3 സൈഡാണുള്ള ട്രയാങ്കിളിന്. പിന്നെ സ്ക്വയർ, അതാണ് 4 സൈഡ്. പിന്നെ പെന്റഗൺ 5 സൈഡ്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് പറയാണ്, സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ ഒരു സീക്വൻസ് ഉണ്ടാക്കാൻ, സം ഓഫ് ഔട്ടർ ആംഗിൾസിന്റെ ഒരു സീക്വൻസ് ഉണ്ടാക്കാൻ. അതായത് സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ്, സ്ക്വയറിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ്, പിന്നെ പെന്റഗന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ്. സെയിം തന്നെ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കുക. ഓരോന്നിന്റെയും ഒരു ഇന്നർ ആംഗിളും ഒരു ഔട്ടർ ആംഗിളും എല്ലാത്തിന്റെയും കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ച് നോക്കാം. ഓക്കെ, സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ അത് ഇക്വിലാറ്ററൽ ആണെങ്കിലും അല്ലെങ്കിലും സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് ഇത് 3 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 180 ആയിരിക്കും. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഏതൊരു ട്രയാങ്കിൾ ആണെങ്കിലും അതിന്റെ അകത്തുള്ള ആംഗിൾസ് 180 ഡിഗ്രിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം സം ഓഫ് ഇന്നർ ആംഗിൾസ് ട്രയാങ്കിളിന്റെ 180 ഡിഗ്രി. അടുത്ത വെച്ചിരിക്കുന്നത് 4 സൈഡഡാ. 4 സൈഡഡ് സ്ക്വയർ. ഒരു സ്ക്വയറിന് നമുക്കറിയാം എല്ലാ സൈഡും 90 ആയിരിക്കും. ഇവിടെ 90, ഇവിടെ 90, ഇവിടെ 90, ഇവിടെ 90. ജസ്റ്റ് വരയ്ക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 90 4 പ്രാവശ്യം ഉണ്ട് അല്ലേ. 90 പ്ലസ് 90 പ്ലസ് 90 പ്ലസ് 90. ഈ അകത്തുള്ളതാണല്ലോ ഇന്റീരിയർ ആംഗിൾസ്. അപ്പോൾ 4 ടൈംസ് 90, 4 പ്രാവശ്യം 90 കൂട്ടുന്നതിന്റെ ഈക്വൽ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് 4 × 90 എന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 4 × 90 എത്രയാണ് നമുക്ക് നോക്കാം. 90 × 4 0 360. അതായത് ഇവിടെ സം ഓഫ് ഇന്നർ ആംഗിൾസ് 360 ഡിഗ്രിയാണ്. ഞാൻ അടുത്ത് ചോദിച്ചിരിക്കുന്നത് റെഗുലർ പെന്റഗൺ ആണ്. പെന്റഗൺ എന്താണ്? 5 സൈഡുള്ള ക്ലോസ്ഡ് ഫിഗർ ആണ്. അപ്പൊ 5 സൈഡുള്ള ക്ലോസ്ഡ് ഫിഗർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതാണ് ഒരു പെന്റഗൺ. ഇതിനെ എണ്ണി നോക്കിയാൽ അറിയാം 5 സൈഡ് ഉണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് റെഗുലർ പെന്റഗൺ ആണ്, വെറും പെന്റഗൺ അല്ല, റെഗുലർ പെന്റഗൺ. അപ്പൊ ഇതിന്റെ എല്ലാ ആംഗിൾസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ സൈഡ്, ഈ ആംഗിൾ എത്രയായിരിക്കും എന്ന് നമ്മൾ അറിയണം. അപ്പൊ അതിനൊരു ഇക്വേഷൻ ഉണ്ട്.
ഫോർ എക്സാമ്പിൾ ഈ ട്രയാങ്കിളിന്റെയും സ്ക്വയറിന്റെ ഒക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, പക്ഷെ ഇത് എത്രയാണെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി ഇതുപോലെ ഇനിയും സൈഡുള്ളത് വരാം, 8 സൈഡുള്ളത് വരാം, 10 സൈഡുള്ളത് വരാം. അപ്പോ അതിന്റെ ആംഗിള്, സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അത് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഒരു റെഗുലർ പെന്റഗണിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് നമ്പർ ഓഫ് ആംഗിൾസ് അല്ല, അപ്പൊ എ ഈക്വൽ ടു 180 ഇൻറ്റു n മൈനസ്. ഇവിടെ n കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. എത്ര സൈഡ് ഉണ്ട് നമ്മൾ നോക്കുന്ന ആ ക്ലോസ്ഡ് ഫിഗറിന്. അപ്പോൾ നമുക്ക് എ എന്ന് എഴുതാം 180 ഇൻറ്റു n മൈനസ് 2. n എന്ന് പറയുന്ന നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ഇവിടെ എത്ര സൈഡ് ഉണ്ട്? 1 2 3 4 5. 5 സൈഡ് ഉണ്ട്. അപ്പൊ 5 മൈനസ് 2 ദാറ്റ് ഈസ് 180 ഇൻറ്റു 5 മൈനസ് 2 3 ആണ്. അപ്പൊ 3 ഇൻറ്റു 180 അത് എത്രയാണ്? 180 ഇൻറ്റു 3 0. 540. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും എക്സാമിന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ വേണമെങ്കിലും, ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ച് നോക്കാം, ഇങ്ങനെ വരച്ചൊക്കെ നോക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഫൈനൽ ആൻസർ കിട്ടിയാൽ മതി. ഇവിടെ ഞാനൊരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായി, 180A നമ്പർ ഓഫ് ഇന്നർ ആംഗിൾസ്. അകത്ത് എന്തോരം ആംഗിൾ ഉണ്ട്, ഈ ആംഗിൾ ഈ ആംഗിൾ ഈ ആംഗിളും ഇതായി 5 ആംഗിളും കൂട്ടിയിട്ടുള്ളതാണ് സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഈ ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ഇത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇപ്പൊ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കിയിരുന്നാൽ മതി, ഈ 540 ആണ് എന്നുള്ള കാര്യം. ഇവിടെ അപ്പൊ എത്രയായിരിക്കും? 120 ആയിരിക്കും. അപ്പോ ഇവിടെ 5 സൈഡഡ് ആവുമ്പോ, റെഗുലർ പോളിഗൺ ആവുമ്പോ ഇവിടെ എത്ര വരും? 540 വരും. ഓക്കെ, അപ്പൊ നമ്മളോട് സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ എഴുതിയിരിക്കുന്നതില് വല്ല സീക്വൻസും ഉണ്ടോ? ഒരു സീക്വൻസിലാണോ അത് പോകുന്നത്? ഞാൻ മുമ്പ് ഡിസ്കസ് ചെയ്തതുപോലെ ഒരു സീക്വൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതിനൊരു ഫസ്റ്റ് ടേം കാണും, അതിനൊരു കോമൺ ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. അതുണ്ടോ? അത് ഉറപ്പായിട്ടുണ്ട്. 180 ഫസ്റ്റ് ടേം 180 ആണ്. ഈ ടേം ഏതെങ്കിലും ടേം സെലക്ട് ചെയ്യുക, ഈ ടേം സെലക്ട് ചെയ്തിട്ട് അതിന്റെ പ്രിസീഡിങ് ടേമുമായിട്ടുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ 360 നിന്ന് 180 കുറച്ചു എത്രയാണ്? 180. ഇവിടെ നമുക്ക് 180 ആഡ് ചെയ്തു എന്ന് മനസ്സിലായി. ഇവിടെ അങ്ങനെ തന്നെയാണോ? 360യുടെ കൂടെ 180 ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? യെസ്, ഇവിടെ നമുക്ക് കിട്ടി 180 ആഡ് ചെയ്തപ്പോ 540 എന്ന് കിട്ടി. അപ്പൊ ഇതെന്താണ്? ഒരു സീക്വൻസ് ആണ് അല്ലെ? നമ്പർ ഓഫ് സൈഡ്സിന് ഒരു സീക്വൻസ് ഉള്ളതുപോലെ അതിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസിനും ഒരു സീക്വൻസ് ഉണ്ട്. അടുത്തത് ചോദിച്ചിരിക്കുന്നത് സം ഓഫ് ഔട്ടർ ആംഗിൾസ് എത്രയാണ് എന്നുള്ളതാണ്. നമുക്ക് വീണ്ടും ഒരു ഫിഗർ വരച്ച് നോക്കാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഇതിന്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇതല്ല ഔട്ടർ ആംഗിൾ. അത് പലരും ചെയ്യുന്നൊരു തെറ്റാണ്. ഇതല്ല ഔട്ടർ ആംഗിൾ, ഇത്രയും വരില്ല. നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം, ഏതെങ്കിലും ഒരു സൈഡ്, അതായത് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും. ഇവിടെയും നമ്മൾ ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോദിച്ചിരുന്ന സം ഓഫ് ഔട്ടർ ആംഗിൾ ആണ്. ഇവിടെ എവിടെയാണ് ഔട്ടർ ആംഗിൾ? ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടേക്ക് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നതാണ്, ഈ സംഭവമാണ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതും 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 കൂട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെത്രയാണ് എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ജസ്റ്റ് ഈ ഫിഗറിലേക്ക് ഒന്ന് നോക്കിയാൽ അറിയാം. ഈ ഫിഗർ നമ്മളിങ്ങനെ ഈ ആംഗിളും ഇതും എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവർ പരസ്പരം കൂടിച്ചേർന്നിരിക്കുന്നത് പോലെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഈ ആംഗിളും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് മൂന്നും കൂടി പെയർ ചെയ്തിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അതായത് ഫോർ എക്സാമ്പിൾ ഈ മൊത്തം ആംഗിള് ഇത് മൊത്തം 360 ഡിഗ്രി ആവുന്നത് പോലെ ഈ ആംഗിളും കൂട്ടിച്ചേർത്താൽ നമുക്ക് എത്ര കിട്ടും? 3 ആംഗിളും കൂട്ടിച്ചേർത്താൽ നമുക്ക് 360 കിട്ടും. അപ്പോൾ ഇവിടെ എത്രയാണ്? 360 ആണ്. കാരണം എന്താണ്? ഇത് 3 കൂട്ടിച്ചേർത്താൽ 360 ആവുന്നത് പോലെ നമുക്കത് കറക്റ്റ് ആയിട്ട് ഇവിടെ വരയ്ക്കുന്നത് കൊണ്ട് മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ ഒരു വളരെ ചെറിയ ട്രയാങ്കിൾ വരച്ചു വന്ന രീതിയായിട്ട്, വളരെ ചെറിയ ട്രയാങ്കിൾ ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാണ്. അപ്പോൾ ഇതാണല്ലോ അതിന്റെ ആംഗിൾ, എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പൊ ഇത് കൂടിച്ചേരുമ്പോൾ നമുക്ക് 360 കിട്ടുന്നത് കണ്ടോ? അത് തന്നെയാണ് ഇവിടെ വലിയ ട്രയാങ്കിൾ ആണ് എന്നുള്ളൂ. അപ്പൊ 360 നമുക്ക് കിട്ടി. ഇനി അടുത്തത് 4 സൈഡഡ് ആണ്. 4 സൈഡ് എന്ന് പറയുമ്പോൾ സ്ക്വയർ. ഇവിടെ ഇങ്ങനെ നിങ്ങളിങ്ങനെ ആംസ് ഉണ്ടാക്കണം കേട്ടോ. നിങ്ങളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം. എക്സ്റ്റെൻഡ് ചെയ്താലാണ് നമുക്ക് അതിന്റെ ഔട്ടർ ആംഗിൾ കിട്ടാം. ഈ ആംഗിൾ ഇതൊന്നും തന്നെയാണ്. ഇവിടെ 90 ആയതുകൊണ്ടാണ് ഇവിടെ 90 ആവുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വരച്ചത്. ഈ മുമ്പ് നമ്മൾ ട്രയാങ്കിളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ. ഇത് നമ്മളിങ്ങനെ കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 360 ആയിട്ട് കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് ആംഗിള് നമുക്ക് വേറെ രീതിയിലും ചെയ്യാം. ഇപ്പൊ 4 പ്രാവശ്യം ഇത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാലോ. അപ്പൊ 4 ടൈംസ് 90 ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും? 360 തന്നെ കിട്ടും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയും സ്ക്വയറിന്റെ കാര്യത്തിലാണെങ്കിലും സം ഓഫ് ഔട്ടർ ആംഗിൾസ് എത്രയാണ്? 360 ആണ്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിലും റെഗുലർ പെന്റഗണിനെയും ചെയ്ത് നോക്കാം. അവിടെയും 360 തന്നെയാണ് വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത് കൂടിച്ചേരുന്നതെന്ന്. അത് ഇച്ചിരി കൂടി ഗ്രാഫിക് ആയിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്താണ്? 360 ആണ്. പക്ഷെ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ മുമ്പ് കണ്ട സീക്വൻസിലൊക്കെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1 2 3 4 5 അല്ലെങ്കിൽ 2 4 6 8 ഇവിടെ ഒന്നല്ലെങ്കിൽ 2 ആഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ എന്താ ആഡ് ചെയ്യുന്നത്? ഇവിടെ സെയിം നമ്പർ തന്നെയല്ലേ. അപ്പൊ ഇത് സീക്വൻസ് ആണോ? അതെ, ഇത് സീക്വൻസ് ആണ്. കാരണം ഇവിടെ ആഡ് ചെയ്യുന്നത് 1 2 അങ്ങനത്തെ നമ്പർ അല്ല. ഇവിടെ ആഡ് ചെയ്യുന്നത് 0 ആണ്. 0 തന്നെ ആഡ് ചെയ്ത് പോകുന്നില്ലേ? ഇതിനൊരു ഫസ്റ്റ് ടേം ഉണ്ടോ? ഉണ്ട്. കോമൺ ഡിഫറൻസ് ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഇതൊരു സീക്വൻസ് ആണ്. ഓക്കെ, ഇത് വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് സാധാരണ നമ്മൾ ആഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു നമ്പർ ആയിരിക്കും, 1 2 പോലത്തെ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരാം. പക്ഷെ ഇവിടെ 0 ആണ് ആഡ് ചെയ്തു. അപ്പോ നമുക്ക് സം ഓഫ് ഔട്ടർ ആംഗിൾസിന്റെ സീക്വൻസ് കിട്ടി. ഇനി അവർ ചോദിച്ചിരിക്കുന്ന ഒരു ഇന്നർ ആംഗിൾ എത്രയാണെന്ന്. ഇവിടെ നമുക്ക് സം ഓഫ് ഇന്നർ ആംഗിൾസ് ഉണ്ട്, 180 ഡിഗ്രി ആണ്. എത്ര സൈഡ് ഉണ്ട്? 3 സൈഡ് ഉണ്ട്. അപ്പോ ഇവിടെ 3 സൈഡ് ഉണ്ട്. മൊത്തം ആംഗിൾ എത്രയാണ്? മൊത്തം ആംഗിൾ 180 ഡിഗ്രി ആണ്.
അപ്പോൾ ഒരൊറ്റ ആംഗിൾ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 180 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. 180 ഡിവൈഡഡ് ബൈ 3 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഇനി വൺ ഇന്നർ ആംഗിൾ ഓഫ് സ്ക്വയറിന് നമുക്കറിയാം 90 ഡിഗ്രിയാണ് എല്ലാ സൈഡും, അതുകൊണ്ട് 90. പിന്നെ ഒരു പെന്റഗണിന്റെ എത്രയായിരിക്കും എന്നാണ് അറിയേണ്ടത്. പെന്റഗൺ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. അപ്പോൾ ഈ സൈഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് ആണെങ്കിൽ അത് 120 ആയിരിക്കും. ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും എന്നുള്ളത്. ഇനി ഞാൻ ഔട്ടർ ആംഗിൾ വരച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇവിടെ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ അത് ഇന്റർസെക്ട് ചെയ്താണ് പോകുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇതിൽ കൂടെയാണ് ഇത് പോകുന്നത്. അപ്പോ ഇത് മൊത്തം, ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ മൊത്തം എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. 180ന് ഇത്ര ഭാഗം മാത്രമാണ് ട്രയാങ്കിൾ എടുത്തത്. അപ്പൊ ബാക്കിത്തത് എത്രയായിരിക്കും? 180. അത് എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 180യിൽ നിന്ന് നമ്മൾ ആ ആംഗിൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ കിട്ടില്ലേ? 180യിൽ നിന്ന് കുറച്ചാൽ പോരെ. അപ്പൊ 180യിൽ നിന്ന് ഇന്നർ ആംഗിൾ കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? ഔട്ടർ ആംഗിൾ കിട്ടും. 180യിൽ നിന്ന് ഔട്ടർ ആംഗിൾ കുറച്ചാൽ നമുക്ക് ഇന്നർ ആംഗിൾ കിട്ടും. പോട്ടെ, നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ജസ്റ്റ് ആ ഫിഗർ വരയ്ക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ അങ്ങനെ നോക്കി എഴുതിയാലും കുഴപ്പമില്ല. ഈ ക്വസ്റ്റ്യൻ എക്സാം ബേസ്ഡ് അല്ല. അപ്പോൾ വൺ ഔട്ടർ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 180യിൽ നിന്ന് 60 കുറയ്ക്കാം. ദാറ്റ് ഈസ് 180 മൈനസ് 60, 120. ഓക്കെ, 120. ഇവിടെ എത്രയായിരിക്കും? ഇവിടെ നമുക്കറിയാം 180 എന്നാണ് കുറയ്ക്കുന്നത്. 180 മൈനസ് 90 എത്രയാണ്? 90. 180 മൈനസ് 120 എത്രയാണ്? 60. ഓക്കെ, അപ്പൊ ഇവിടെയും ഒരു സീക്വൻസ് വന്നു. ഇവിടെയും എത്ര വെച്ചാണ് കുറയുന്നത്? 30 വെച്ചാണ് കുറയുന്നത്. അപ്പോൾ നമുക്ക് ഇതും ഒരു ട്രിക്കി ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പറഞ്ഞ് ആഡ് ചെയ്ത് പോവുകയാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ആഡ് ചെയ്താണോ പോകുന്നത്? ഇവിടെ മൈനസ് ചെയ്തല്ലേ പോകുന്നത്. -30 ആണ്, നെഗറ്റീവ് ആണ്, കുറഞ്ഞാണ് പോകുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? -30 എന്ന് പറയുന്നത് കുറയ്ക്കുകയല്ല, -30 ആഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ? നമ്മൾ ചിന്തിച്ചാൽ അറിയാം, -30 നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ. അപ്പൊ എന്താണ്? ഇതും ഒരു സീക്വൻസ് ആണ്, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണിത്. പക്ഷെ ഇവിടെ -30 ആഡ് ചെയ്താണ് പോകുന്നത്. അല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ -30 മൈനസ് ചെയ്ത് പോകുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ 30 ആഡ് ചെയ്ത് പോകുന്നു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതെന്താ പറയുക, ഒരു ഹോംവർക്ക് പോലെ ചെയ്യേണ്ടതാണ്. അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന രീതിയിലൊന്നുമില്ല. സെക്കൻഡ് ക്വസ്റ്റ്യനില് നമുക്ക് 4 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ഇവിടെ ഉള്ളത് 3 ഡോട്ട് കൊണ്ടുള്ള ട്രയാങ്കിൾ, പിന്നെ 6 ഡോട്ട് കൊണ്ടുള്ള ട്രയാങ്കിൾ, 10 ഡോട്ട് കൊണ്ടുള്ള ട്രയാങ്കിൾ, 15 ഡോട്ട് കൊണ്ടുള്ള ട്രയാങ്കിൾ. ഇതൊക്കെ ട്രയാങ്കിൾ ആണെങ്കിലും ഇതിനകത്ത് എത്ര ഡോട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ, അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾ എണ്ണിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്തത് ആണ് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ഡോട്ട്സ് ഫോർ ട്രയാങ്കിൾ 5. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നമുക്ക് പിടി കിട്ടും, അല്ലേ? ഇവിടെ 1 2, ഇവിടെ 1 2 3, 1 2 3 4, ഇവിടെ 5, ഇവിടെ എത്രയായിരിക്കും? ഏറ്റവും താഴെ 6 ഡോട്ട് ഉണ്ടാവും, അല്ലേ? 1 2 3 4 5 6. ഇനി ഈ 5ാമത്തെ ട്രയാങ്കിൾ നമ്മൾ ഇവിടെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കൺസ്ട്രക്ട് ചെയ്താൽ മതി.
ഇവിടെ ഉള്ളതുപോലെ 1 2 3 4 5 2 3 4 ഓക്കെ. ഞാൻ ജസ്റ്റ് ഇത് നോക്കിയിട്ട് എനിക്ക് അറിയാവുന്ന പോലെ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി നമുക്ക് നോക്കാം ഇതിനകത്ത് എത്ര ഡോട്ട് ഉണ്ടെന്ന്. 21 ഡോട്ട് ഉണ്ട്. അപ്പോ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഇതിനൊരു സീക്വൻസ് ഉണ്ടാവുമല്ലോ ഏതെങ്കിലും രീതിയിലുള്ള. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3 ആണ്, സെക്കൻഡ് ടേം എന്നാണ് 6 ആണ്. അപ്പോൾ നമുക്ക് 6ൽ നിന്ന് 3 കുറച്ച് നോക്കാം. 3 കിട്ടിയില്ലേ? വേറൊരു ടേം നോക്കാം, 10. 10ൽ നിന്ന് 6 കുറച്ചാലോ? അപ്പൊ നമുക്ക് 4 കിട്ടി. നമ്മൾ സാധാരണ സീക്വൻസിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാ സീക്വൻസിനും ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കോമൺ ഡിഫറൻസ് വ്യത്യസ്തമാണ്. ഇവിടെ കോമൺ ഡിഫറൻസ് ഇല്ല. ഇവിടെ ഉള്ളത് ഡിഫറൻസ് ഉണ്ട്, പക്ഷെ കോമൺ അല്ല. എല്ലാത്തിനും ഡിഫറൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വേറൊരു നമ്പർ നോക്കാം. 15 മൈനസ് that is 5. ഓൾസോ 21 മൈനസ് 15 അതെന്ന് പറയുന്നത് 6. അപ്പൊ നമുക്ക് മനസ്സിലായി കോമൺ ഡിഫറൻസ്, ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത്. പക്ഷെ വേറൊരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാവുന്നത്, ഈ ഡിഫറൻസുകളും എന്താണ് അങ്ങനെ മാറുന്നില്ല. പകരം ഈ ആദ്യത്തെ നമ്പറിന്റെ കൂടെ 1 കൂട്ടി, ഇവിടെയും 1 കൂട്ടി, ഇവിടെ 1 കൂട്ടി. ഇത് നമ്മൾ മുമ്പ് കണ്ടതാണ്, ഞാൻ ഏറ്റവും ആദ്യത്തെ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഓരോ നമ്പർ വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കോൺസ്റ്റന്റ് ആണ്. പക്ഷെ എന്താണ് ഇവിടെയുള്ള ഈ ഡിഫറൻസുകളൊന്നും ഈ നമ്പർ സീക്വൻസിന്റെ ഡിഫറൻസ് ഒന്നും സെയിം അല്ല. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ടേമിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് 3 അല്ലേ, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 6. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 7. ഓക്കെ, 7. അപ്പൊ 21ന്റെ കൂടെ 7 ആഡ് ചെയ്ത് എത്ര കിട്ടും? 28. അങ്ങനെ 28 ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് 5ാമത്തെയാണ്. സോ ഇവിടെ നമ്മൾ അല്ലേലും ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ട്, 21 ആണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ സോ ഇവിടുത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എത്രയാണ്? നമ്പർ ഓഫ് ഡോട്ട്സ് ഫോർ ട്രയാങ്കിൾ 5. 5ാമത്തെ ട്രയാങ്കിളിന്റെ നമ്പർ ഓഫ് ഡോട്ട്സ് എത്രയാണ്? എത്രയാണ്? 21. ഓക്കെ, അങ്ങനെ അതിന്റെ ആൻസർ കിട്ടി. പാർട്ട് 2 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാർട്ട് 1ലും പാർട്ട് 2ലും കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അതെന്താണ്? പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അല്ലേ? സാരമില്ല, ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പാർട്ട് 1ന്റെയും പാർട്ട് 2ന്റെയും സംബന്ധിച്ചുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അതിൻ്റെ ആൻസർ കീയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 2 PDF-ഉം ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ക്വസ്റ്റ്യൻ സ്വയം ചെയ്യാൻ നോക്കിയതിന് ശേഷം ആൻസർ കീ നോക്കുക. ഏതെങ്കിലും ഉത്തരങ്ങൾ തെറ്റാണെങ്കിൽ എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് സ്വയം മനസ്സിലാക്കുക. ഓക്കെ, ഇനി പാർട്ട് 3 കാണാം.